ഹലോ എവരിവൺ, ഞാനൊരു സഞ്ചാരി. എൻ്റെ ചാനൽ സ്വിസ് സഞ്ചാരി. എല്ലാ സഞ്ചാരപ്രേമികൾക്കും സ്വിസ് സഞ്ചാരി ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ദക്ഷിണാഫ്രിക്കയിലെ ദക്ഷിണ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അഗുലാസ് കേപ്പ് ഭൂമിശാസ്ത്രപരമായി പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഏറ്റവും തെക്കേ ഭാഗത്തുള്ള അഗുൽഹാസ് കേപ്പിലാണ് അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും തമ്മിൽ സംഗമിക്കുന്നത്. ഈ പ്രദേശത്ത് സമുദ്രങ്ങൾ തമ്മിലുള്ള വ്യത്യസ്തമായ താപനിലയും ലവണതയും സാന്ദ്രതയും മൂലം പ്രത്യേക പ്രതിഭാസം ഉണ്ടാകുന്നു. രണ്ട് സമുദ്രങ്ങളുടെ ജലം തമ്മിൽ കൃത്യമായി ഇടകലരാതിരിക്കുന്നതിൻ്റെ വ്യത്യാസം ജലത്തിൻ്റെ സ്വഭാവത്തിലും നിറത്തിലും വ്യക്തമാണ്. ഇത് ഓഷ്യാനിക് കൺവെർജൻസ് സോൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരിടത്ത് തിളങ്ങുന്ന കടുത്ത നീല നിറവും മറുഭാഗത്ത് കറുപ്പും ചുമപ്പും ചേർന്ന നിറവുമായിരിക്കും. ഇത് സാധാരണ കണ്ണിലൂടെ കാണുക പ്രായോഗികമല്ല, എന്നാൽ സാറ്റലൈറ്റ് ഇമേജ് വഴി വ്യക്തമായി കാണാനും സാധിക്കും. രണ്ട് സമുദ്രങ്ങൾ സംഗമിക്കുന്നതിനാൽ ഇവിടെ സംഭവിക്കുന്ന വിവിധ പ്രതിഭാസങ്ങളും പ്രവർത്തനങ്ങളും ധാരാളം ഗവേഷണങ്ങൾക്ക് വിഷയമായിട്ടുണ്ട്. അവയിൽ ചില പ്രധാന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. അഗുൽഹാസ് കറണ്ട്. ഈ കറണ്ട് അതിൻ്റെ ശക്തി, വേഗം എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. ഇതിൻ്റെ വേഗത മിക്കവാറും സെക്കൻഡിൽ 2 മീറ്റർ വരെ എത്താറുണ്ട്. അഗുൽഹാസ് റിട്രോഫ്ലക്ഷൻ. അഗുൽഹാസ് കറണ്ട് അഗുൽഹാസ് തീരപ്രദേശത്തെത്തുമ്പോൾ ഇത് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലേക്ക് പ്രവേശിക്കുന്നതിനു പകരം തിരികെ വരുന്നു. ഇതിനെ അഗുൽഹാസ് റിട്രോഫ്ലക്ഷൻ എന്ന് പറയുന്നു. എഡി സോഴ്സ്. റിട്രോഫ്ലക്ഷൻ പ്രക്രിയയിലൂടെ അഗുൽഹാസ് കറണ്ട് പലപ്പോഴും ചൂടുജലമടങ്ങിയ ചുഴികൾ രൂപീകരിക്കുകയും അത് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുകുകയും ചെയ്യുന്നു. ഓഷൻ മിക്സിംഗ്. രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ ഇടകലരുമ്പോൾ ചൂടുള്ള ലവണത കൂടിയ ജലം തണുത്ത ലവണത കുറഞ്ഞ ജലവുമായി ചേർന്ന് പ്രൊഡക്ടിവിറ്റി കൂടുകയും കാർബൺ സെക്വസ്ട്രേഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മറൈൻ ബയോഡൈവേഴ്സിറ്റി. സമുദ്രങ്ങൾ തമ്മിലുള്ള ജലമാറ്റവും പോഷക വസ്തുക്കളുടെ ഒഴുക്കും മൂലം ഈ പ്രദേശം സമ്പന്നമായ സമുദ്ര ജീവവൈവിധ്യത്തിൻ്റെ വാസസ്ഥലമായി മാറുന്നു. ഇവിടെ മീനുകൾ, ഡോൾഫിനുകൾ, തിമിംഗലങ്ങൾ എന്നിവ ധാരാളമായി കാണപ്പെടുന്നു. കൂടാതെ ഈ പ്രതിഭാസം ഈ പ്രദേശത്തെ കാലാവസ്ഥയെയും സ്വാധീനിക്കുന്നു, പ്രത്യേകിച്ച് മഴയുടെ രൂപീകരണത്തിലും. കൂടാതെ സമുദ്രജീവികളുടെ വളർച്ചയ്ക്കും ഉത്തേജനമാകുന്ന സമ്പന്നമായ ഒരു സമുദ്ര ഇക്കോസിസ്റ്റം ഇതിലൂടെ ഇവിടെ രൂപപ്പെടുന്നു. കൂടുതൽ സഞ്ചാര വാർത്തകളും പുതിയ അറിവുകളും ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.